മണിച്ചോട്ട് വരാം, ഓട്ടം ഇതുവരെ വന്നിട്ടില്ല. ഉള്ള കാശൊക്കെ പാടെ വർഷാപ്പിനും കൊണ്ടുപോകും. എന്തൊരു കഷ്ടമാണ്. ചുരുക്കി പറഞ്ഞ വല്ലാത്തൊരു കാലം. നിങ്ങളുടെ താത്ത തന്നാണിത്. സാധനങ്ങൾ മേടിക്കാനുള്ള ബില്ല് അതുകൊണ്ട്. എടോ ഈ ആദ്യ ബില്ലൊക്കെ വീട്ടിൽ നിന്ന് കുറച്ചാൽ എന്താ ചെയ്യാ? വർക്ക്ഷോപ്പിൽ നിന്ന് വന്നതിനേക്കാൾ വലിയ ബില്ലാണ്. ഇന്ന് തീരെ ഓടിയിട്ടില്ല. വർക്ക്ഷോപ്പിൽ നിന്ന് നേരിട്ട് പോകണ്ടാവും. സ്റ്റാൻഡിലാണെന്ന് വെച്ചാൽ അവിടെ തീരെ ഓട്ടണ്ട. എന്താ ചെയ്യാ? ഒരു വണ്ടിക്കാരന്റെ ഒക്കെ വിഷമം എന്താ വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കി. എന്നാ ശരി. എന്നാ ശരി. ആ കാണാം. ഓക്കെ. ഹലോ ഹലോ ഹലോ, ഇവിടെ ഞങ്ങളെ പൈസ വീണു. പൈസ കൊടുക്കണം. ഇതിന്റെ പൈസ നിങ്ങളുടെ നിങ്ങളുടെയാണ്. ഇന്ത്യയിൽ 5ന്റെ പൈസ ഇല്ലേ? ഇല്ലില്ല. ഞാൻ വർക്ക്ഷോപ്പിൽ നിന്ന് അവിടെ കടം പറഞ്ഞ ഞാൻ പോന്നേ. പിന്നെ എങ്ങനെ എന്റെ നിങ്ങളുടെയാണ്. ഹലോ. ആ പിന്നെ ആ ചെക്കന്മാരത്ത് കൊടുത്താച്ച ബില്ലേ എനിക്ക് കിട്ടിട്ടോ. ഞാൻ വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുവരാം. അപ്പൊ ഇജ്ജ് കൊടുത്താച്ചിട്ടില്ലേ? ആ അത് ശരി. അതെ, സത്താറാണ് ബില്ല് കൊടുന്നത്. ആ ഞങ്ങൾ സംസാരിക്കുമ്പോഴേ അവര് സുൽത്താനും ലത്തീഫും കൂടി ഇങ്ങനെ അതെയാണ് പാസ് ചെയ്ത് പോയി. അതന്നെ, അതാണ് സംഭവം. അപ്പൊ അവരെ 3 ആളും കൂടി ഉള്ള കളിയാണ് ഇപ്പൊ. അതിപ്പോ ഞാൻ കാശൊന്നും മേടിക്കാന്ന് ഇപ്പൊ അവർക്ക് അറിയാം. അപ്പൊ അവര് 3 ആളും കൂടെ ഒപ്പിച്ചൊരു വേലയാണ് ഇപ്പൊ. ഏതായാലും കുഴപ്പമില്ല. പിന്നെ നമ്മളെന്തായാലും ചെയ്ത നന്നായി. അതാണ് അങ്ങനെ ഒരു ബില്ല് ഉണ്ടാക്കാനുള്ള കാരണം. അല്ലാണ്ട് അയാള് പൈസ വാങ്ങില്ല. ഓട്ടോക്കാരന്റെ അവസ്ഥ അങ്ങനെ സഹായിക്കാൻ പറ്റില്ല. എന്തായാലും ചെയ്തതല്ലേ. അൽഹംദുലില്ലാ, അവർക്ക് 3 ആൾക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ.